പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന് പുതിയ കാർ വാങ്ങാൻ അനുമതി. പുതിയ കാർ വാങ്ങുന്നതിന് ആദ്യം ധനവകുപ്പ് എതിർത്തിരുന്നു. 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി മാറ്റേണ്ട എന്ന നിലപാടായിരുന്നു വകുപ്പിന്. മുഖ്യമന്ത്രി ഇടപെട്ടതോടെയാണ് 30 ലക്ഷം രൂപയുള്ള പുതിയ വാഹനത്തിന് അനുമതി നൽകിയത്. മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പ് മീഡിയ വണ്ണിന്. ഷിജോ കുര്യൻ വിശദാംശം നൽകും. ഷിജോ, ഈ കാർ വാങ്ങുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാഭാവികത നിലനിൽക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, കാറ് വാങ്ങുക എന്ന് പറയുന്നത് വലിയ അസ്വാഭാവികത നിലനിൽക്കുന്ന കാര്യമല്ല. കാറ് വാങ്ങുന്നത് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ്. ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാനൊക്കെ കാറ് വേണം. പക്ഷേ 1 വർഷം മാത്രം പഴക്കമുള്ള അല്ലെങ്കിൽ 6 വർഷം മാത്രം പഴക്കമുള്ള 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടി മാറ്റേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തം. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് VK മോഹനന് പുതിയ കാർ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ധനവകുപ്പ് 30 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ആദ്യം ഈ കാർ വാങ്ങാനുള്ള തീരുമാനത്തെ ധനവകുപ്പ് എതിർത്തിരുന്നു. കാരണം ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് കാർ വാങ്ങാൻ 30 ലക്ഷം രൂപ അനുവദിക്കേണ്ടതില്ല. 6 വർഷം മാത്രം പഴക്കമുള്ള കാറല്ലേ, 1,05,000 കിലോമീറ്റർ മാത്രമല്ലേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കാർ വാങ്ങേണ്ടതില്ല ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ എന്നുള്ള ഒരു നിലപാടായിരുന്നു ധനവകുപ്പിന്. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൂടി ഇടപെട്ടൊരു പശ്ചാത്തലത്തിലാണ് ധനവകുപ്പ് അയഞ്ഞത്. മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് കാർ വാങ്ങാൻ പണം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുന്നു. അതിനു മുമ്പ് തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ധനവകുപ്പ് ഇങ്ങനെ ഒരു ചെറിയ അതൃപ്തി അറിയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടെ 30 ലക്ഷം രൂപ സാരമില്ല, പോയാലും കുഴപ്പമില്ല, പുതിയൊരു കാർ വാങ്ങിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ധനവകുപ്പും എത്തി. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് VK മോഹനന് പുതിയ കാർ വാങ്ങാൻ, ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ് കാർ വാങ്ങാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഈ കാർ വാങ്ങുന്നത് അസ്വാഭാവികതയല്ല, പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത വേണ്ടതാണ്. അതുണ്ടായിട്ടില്ല. അത് ധനവകുപ്പ് ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും അത് മന്ത്രിസഭാ യോഗം കൂടി മുഖ്യമന്ത്രി കൂടി ഇടപെട്ടുകൊണ്ട് കാർ വാങ്ങാൻ പണം അനുവദിക്കണം എന്നാവശ്യപ്പെടുകയാണ്. അതിൻ്റെ രേഖയാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. ക്യാബിനറ്റ് തന്നെ ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു. അതിനകത്ത് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, ക്യാബിനറ്റ് നോട്ട് അടക്കമുണ്ട്, ഇത് കാർ വാങ്ങാനായിട്ടുള്ള അനുമതി കൊടുക്കണം, തുക അനുവദിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് പ്രകാരമാണ് ഇപ്പോൾ ധനവകുപ്പ് 30 ലക്ഷം രൂപ കാർ വാങ്ങാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അന്വേഷിക്കുന്ന കമ്മീഷൻ കൂടിയാണ് ജസ്റ്റിസ് VK മോഹനൻ. അപ്പോൾ അദ്ദേഹം നിലവിൽ ഓടിക്കൊണ്ടിരുന്ന, അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത സമയം മുതൽ, അതായത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാനായിട്ട് സ്ഥാനമേറ്റെടുത്തത് മുതൽ ഈ പഴയ സഞ്ചരിക്കുന്ന വാഹനം പലതവണയായിട്ട് കംപ്ലയിന്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലയിന്റ് ഒക്കെ ആകുന്നത് വലിയ തരത്തിലുള്ള യാത്രയെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ കാർ വാങ്ങണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയൊരു വാഹനത്തിന് ഇത്തരത്തിൽ കംപ്ലയിന്റ് വരുന്നത് എങ്ങനെയാണെന്നൊന്നും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും കൊള്ളാം. ഇപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇപ്പോൾ ധനവകുപ്പ് ആദ്യം അതൃപ്തി അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി കൂടി ഇടപെട്ടുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയോടുകൂടി ജസ്റ്റിസ് VK മോഹന് കാർ വാങ്ങാനായിട്ട് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സൈഫുദ്ദീൻ.